മധു റിജലിക്കോസ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. നമസ്കാരം. ഇന്ന് രാവിലെ വരെ ഇടതുപക്ഷത്തിന് വേണ്ടിയായിരുന്നു താങ്കൾ സംസാരിച്ചത്. എങ്ങനെ പെട്ടെന്ന് ഒരു നിമിഷത്തിന്റെ വ്യത്യാസത്തിലൊക്കെ ഇങ്ങനെ മാറ്റം സാധിക്കുക? ഒരു നിമിഷത്തിന്റെ വ്യത്യാസമല്ല, കുറെ നാളുകളായിട്ട് എന്റെ മനസ്സിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നമ്മളെന്നും യുദ്ധപ്രഖ്യാപനങ്ങളായിരുന്നു. ചിലർ പറയുന്നു അതാണ് ഇതാണ്. പക്ഷെ പുതിയ തലമുറ അത് ആഗ്രഹിക്കുന്നില്ല. ഞാൻ പുതിയ തലമുറയ്ക്കൊപ്പം യാത്ര ചെയ്യാനും സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്റെ എഴുത്തുകളും എന്റെ ഫ്രീലാൻസ് മാധ്യമപ്രവർത്തനങ്ങളും ഞാൻ ചെയ്തിരിക്കുന്ന ടെലിവിഷൻ പ്രോഗ്രാംസിലെല്ലാം അത് പ്രതിഫലിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഇത് ഇങ്ങനെ പോയാൽ കേരളം പുറകോട്ട് പോകും. അപ്പം മാറ്റത്തിനൊപ്പം സഞ്ചരിക്കുക എന്നുള്ള ആ മാനസികമായിട്ടുള്ള മാറ്റം ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ BJPയിൽ ചേർന്നതാണ്. കാരണം ഒരു പാർട്ടി വിടുന്ന ഓരോരുത്തരും ഘട്ടം ഘട്ടമായി നിലപാടുകൾ മാറ്റി ഒരു പാർട്ടിയിൽ നിന്ന് മാറുന്നതാണ് കാലങ്ങളായി കാണുന്നത്. അല്ലാത്ത ഉദാഹരണങ്ങളുണ്ട്. പക്ഷേ താങ്കളിപ്പോൾ ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ വരെയും ഓരോ വിഷയങ്ങളിലും ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിച്ചിട്ട് അങ്ങനെ മാറാൻ ഒരു സ്വിച്ചിട്ട പോലെ മാറാൻ ഒരു പ്രത്യേക കാരണം ഉണ്ടാവില്ല. സത്യസന്ധമായിട്ട് പറയാൻ അങ്ങനെ ഒരു പ്രത്യേക കാരണമില്ല. കാരണം ഞാൻ പാർട്ടിയുടെ ഒരു ഭാരവാഹിത്വം വഹിച്ചിട്ടില്ല. ഞാൻ പാർട്ടി മെമ്പറാ. അപ്പം എന്നെ സംബന്ധിച്ചോളം ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അതിനെ കുതികാലി വെട്ടി അല്ലെങ്കിൽ അതിനെ പതിയെ ആ പാർട്ടീനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് വരിക എന്ന് പറയുന്നത് എന്തോ എനിക്കത് ചേരാത്തൊരാളെന്ന് തോന്നി. ഞാനൊരു തീരുമാനം എടുത്തത് വളരെ ലേറ്റായിട്ടാണ്. അപ്പൊ ശരിയെന്ന് തോന്നിയപ്പോൾ ആ ശരിയിലേക്ക് ഞാൻ മാറിയെന്ന് മാത്രമല്ലാണ്ട് വേറെ ഒരു ഇതുമില്ല. ഇടതുപക്ഷത്തിൽ നിന്നിപ്പോ 35 വർഷമായി ഇടതുപക്ഷത്താണ്. CPM-ന്റെ ഭാഗമായി നിൽക്കുമ്പോൾ മെമ്പറാണെന്നും പറയുന്നു. അപ്പോൾ വേണ്ട രീതിയിൽ ഇപ്പോൾ ടെലിവിഷൻ ചർച്ചകൾ പോകുന്നതിന് അപ്പുറത്തേക്ക് പാർട്ടി പരിഗണിച്ചില്ല എന്നുള്ളൊരു വിഷയമുണ്ടോ? ഞാൻ പാർട്ടിയിൽ മെമ്പറായിട്ട് കേവലം 7 വർഷമേ ഉള്ളൂ. കാരണം ഞാൻ നാട്ടിലത് ഇല്ലായിരുന്ന ആളാണ്. ഞാനുണ്ടായിരുന്നു കൈരളി ചാനലിന്റെ തുടക്കത്തിൽ അന്നു മുതലേ കേരളത്തിലെ ആദ്യത്തെ പൊളിറ്റിക്കൽ സീരിയൽ, കേരളത്തിന്റെ ഇടതുപക്ഷ ചരിത്രം വെച്ചുകൊണ്ട് ആദ്യത്തെ രാഷ്ട്രീയ സീരിയൽ ഞാനാണ് ഡയറക്ട് ചെയ്തത്. 18 എപ്പിസോഡ്. അത് കഴിഞ്ഞ് ഞാൻ ആനക്കാരി എന്ന് പറഞ്ഞ മെഗാ സീരിയൽ ചെയ്തു. ആനകളെ കുറിച്ചുള്ള ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിയാണ് അത് ആങ്കർ ചെയ്തിരുന്നത് ഓരോ എപ്പിസോഡും. പാർട്ടിയുടെ ഒരു മൗത്ത് പീസായിട്ട് സംസാരിക്കുമ്പോൾ ഒരു പാർലമെന്റ് രംഗത്തേക്കൊക്കെ പാർട്ടി പരിഗണിക്കുന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു? ഇല്ല, ഞാനങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം അതൊരു അമിത പ്രതീക്ഷയാണെന്ന് എനിക്ക് തോന്നി. അങ്ങനത്തെ ഒരു മോഹം ഞാൻ പറഞ്ഞു. എന്റെ ഒരാളൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അയാളിൽ വരുന്ന പരിവർത്തനങ്ങളെ കുറിച്ചാണ് ഇപ്പൊ എന്നോട് ചോദിക്കുന്നത്. എന്റെ ആശയങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരാളാണ്. ഞാൻ ഇടതുപക്ഷ ആശയം എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ട് സ്വീകരിച്ച ഒരാളാണ്. ഞാൻ ജീവിതം കൊണ്ട് സെക്കുലറാണ്. ജീവിതം കൊണ്ട് പലരും ആശയപരമായിട്ട് ഞാൻ ജീവിതം കൊണ്ട് സെക്കുലറായിട്ട് ജീവിക്കും. നാളെ ഈ BJP പ്രവർത്തിക്കുമ്പോൾ ഞാൻ സെക്കുലർ മൈൻഡോടായിരിക്കും. എനിക്കത് മാറാൻ പറ്റത്തില്ല. ഇടത് നയവ്യതിയാനത്തെക്കുറിച്ച് ഉന്നയിച്ചാണ് താങ്കൾ പുറത്തേക്ക് വന്നത്. ഇപ്പൊ പത്രസമ്മേളനത്തിൽ അങ്ങനെ പറഞ്ഞു. ഇടത് നയവ്യതിയാനത്തിൽ നിന്ന് വേർതിരിഞ്ഞ് വരുമ്പോൾ അത് അല്ലെങ്കിൽ അതിന് പുറത്തു വരുമ്പോൾ നേരെ വലതുവശത്തേക്കാണോ മാറുന്നത്? അല്ല, ഞാൻ ആ ചോദ്യം പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ താങ്കളോട് അത് സംസാരിക്കാതിരുന്നു മനഃപൂർവ്വം. കാരണം എനിക്ക് നമ്മൾ തമ്മിൽ അറിയാവുന്നതാണ്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കേരളത്തിലെ ഇടതുപക്ഷം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്ന ആശയം എന്താ? പുരോഗമന ആശയമുള്ള ഈ രാഷ്ട്രീയ പ്രസ്ഥാനം വർഗീയതയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതികരണം, ആ വർഗീയതയ്ക്കെതിരെയും പുരോഗമനപരമായിട്ടുള്ള മതേതര കാഴ്ചപ്പാടിലാണ് എന്നെ പോലുള്ളവർ ആ പാർട്ടിയോടൊപ്പം ചേരുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അതിന്റെ ശബ്ദമായി മാറുകയും ചെയ്തു. ഞാൻ ഒരിക്കലും പാർട്ടിയുടെ ഔദ്യോഗിക വക്താവല്ല. ഞാൻ സഹയാത്രികനാണ്. ഇപ്പോൾ തന്നെ കേരളത്തിലെ സഹയാത്രിയിൽ പലരും ആശയപരമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. പാർട്ടി മെമ്പറാണ് ഞാൻ പാർട്ടി മെമ്പറാണ്. പക്ഷേ എന്നെ സഹയാത്രികനാണ് നിങ്ങൾ വെക്കുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഈ സഹയാത്രയിൽ യാത്ര തുടരുമ്പോഴും ഈ സമീപകാലത്ത് വന്ന വ്യതിയാനങ്ങൾ വർഗീയപരമായിട്ടുള്ള നഗ്നമായിട്ട് കേരളത്തിലെ അതായത് CPM-നെ പോലെ ഒരു പാർട്ടി പറയാൻ പാടില്ല അതിന് രീതിയിലുള്ള വർഗീയതകൾ അതിനെ സപ്പോർട്ട് ചെയ്യുക, അത് നമ്മൾ കുറെ നാളുകളായിട്ട് തന്നെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ന്യായീകരിച്ച് നിൽക്കാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ വരെ ന്യായീകരിക്കുന്നുണ്ടായിരുന്നു. സുഹൃത്ത്, എന്റെ ചർച്ചകൾ കേട്ട ഒരു കാര്യം ഉറപ്പാ, ശബരിമല സ്വർണ്ണക്കൊള്ള. കാരണം ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇടുന്നുണ്ട്. അല്ല, ഇത് വെരി ഫസ്റ്റ് ഡേ ഓൺവേഴ്സ് ഞാൻ പറഞ്ഞു ശബരിമലയിൽ കൊള്ള നടത്തിയ ആരായാലും അത് ഏത് പാർട്ടിക്കാരാണെങ്കിലും അവരെ കസ്റ്റഡിയിലെടുക്കണം. കാരണം ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഞാൻ മതവിശ്വാസിയാണോ ദൈവവിശ്വാസിയാണെന്നുള്ള അപ്പുറമായിട്ട് ശബരിമല എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ നടത്തിയ കൊള്ള തെറ്റാണെന്ന് പറഞ്ഞ ആദ്യത്തെ ഇടതുപക്ഷ സഹയാത്രികൻ ഞാനാ. പത്മകുമാർ എന്ന് പറഞ്ഞ വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ജയിലിലുണ്ടെന്ന് പറഞ്ഞ ആള് ഞാനാ. ഞാനത് ഫേസ്ബുക്ക് കുറിക്കുകയും ചെയ്തു. എന്റെ പ്രിയപ്പെട്ട സഖാക്കൾ പലരും എന്നെ വിളിച്ചു ചോദിച്ചു താങ്കൾ. ഞാൻ പറഞ്ഞു ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. ഇടതുപക്ഷ ആശയത്തിന് വേണ്ടി ഇതിന് ഒരു യോജിപ്പില്ല. അപ്പൊ അദ്ദേഹം തെറ്റിയതെന്ന് ഞാൻ പറഞ്ഞില്ല, അത് കോടതി തീരുമാനിക്കട്ടെ. പക്ഷെ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തായിരുന്നു. ശബരിമല വിഷയം ഉണ്ടായതാണോ ഇടതുപക്ഷമായിട്ട് താങ്കൾ അകലാൻ മാറാൻ കാരണം? അത് മാത്രമല്ല, ശബരിമല വിഷയം മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരുപാട് യാത്ര ചെയ്ത ഒരാളാണ്.
ഞാൻ നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 10-30 വർഷമായിട്ടുള്ള എൻ്റെ യാത്രകളിൽ നോർത്ത് ഇന്ത്യയിലും പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന മാറ്റങ്ങൾ ഞാൻ വിസിബിളായിട്ട് ദർശിച്ചിട്ടുള്ളവരാണ്. അപ്പം